എല്ലാ പ്രിയ കൂട്ടുകാർക്കും മലയാള മനോരമ ശുഭദിനം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സംതൃപ്തി അത് മതി. ബീച്ചിൽ എന്നും ഒരേ സ്ഥലത്ത് അയാളുണ്ടാകും. ധാന്യപ്പൊടി വിറ്റാണ് ഉപജീവനം നടത്തുന്നത്. തൊട്ടടുത്ത് വലിയ സ്റ്റീൽ പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ നിറയെ നാരങ്ങ വെള്ളമാണ്. ആളുകൾ എത്ര ചോദിച്ചാലും അയാൾ നൽകും. പക്ഷേ ധാന്യപ്പൊടിക്ക് മാത്രമേ പണം വാങ്ങൂ. ഇതെല്ലാം കണ്ടു നിന്ന ബിസിനസ്സുകാരൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് നാരങ്ങ വെള്ളം സൗജന്യമായി നൽകുന്നത്? അയാൾ പറഞ്ഞു, ധാന്യം വാങ്ങി പൊടിച്ചാണ് ഞാൻ വിൽക്കുന്നത്. എനിക്കതിന് മുതൽ മുടക്കുമുണ്ട്, വരുമാനവുമുണ്ട്. എനിക്ക് ജീവിക്കാൻ അത് ധാരാളം. വീട്ടിൽ നാരങ്ങ സമൃദ്ധമായുണ്ട്. അതുകൊണ്ട് അത് സൗജന്യമാണ്. മതി എന്നത് മനോഭാവമാണ്. അത് ആർജിക്കാനായാൽ ജീവിതം സംതൃപ്തമാകാൻ മറ്റൊന്നും വേണ്ട. ആഗ്രഹിച്ചതെല്ലാം നേടിക്കഴിയുമ്പോൾ ഉടലെടുക്കുന്ന ഭാവമല്ല തൃപ്തി. സ്വയം പരിധി നിശ്ചയിച്ച് അതിനപ്പുറത്തുള്ളവയെ അപരന് അനുവദിച്ചു നൽകുന്ന മനസ്ഥിതിയാണത്. എന്ത് കിട്ടിയാലും എത്ര കിട്ടിയാലും മതിവരാത്ത പൊതു സ്വഭാവമാണ് മനുഷ്യൻ്റേത്. സമ്പൂർണ്ണ സംതൃപ്തിയുടെ അതിർത്തിരേഖ നിർണ്ണയിക്കുന്ന ആരുമുണ്ടാകില്ല. ഏതെങ്കിലും ഒരു ബിന്ദുവിൽ സ്വയം തീരുമാനമെടുക്കുക മാത്രമാണ് പരിഹാരം. ആഗ്രഹങ്ങൾക്ക് പരിധിയില്ലാത്തതുകൊണ്ട് സംതൃപ്തിക്കും അതിരുണ്ടാകില്ല. കൂടുതലൊന്നും ലഭിക്കാതെ വരുമ്പോൾ സ്വയം വിരമിക്കുന്നത് സംതൃപ്തിയോടെയുള്ള പിൻവാങ്ങലല്ല, നിവൃത്തികേടാണ്. മറ്റൊരു വരുമാനത്തിന് കൂടി സാധ്യതയുള്ളപ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നതാണ് മതി എന്ന മനോഭാവം. അവ സൗജന്യമായി നൽകുന്നതാണ് മഹനീയത. അല്പം കൂടി കിട്ടിയാൽ അതും നേടാമെന്ന ചിന്തയെ നിരോധിക്കലാണ് ഒരാൾ നേരിടുന്ന ഏറ്റവും വലിയ ധാർമ്മിക പ്രതിസന്ധി. എത്ര ലഭിച്ചാലും തികയാത്തവരുടെ നെട്ടോട്ടമാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം. അത് സ്വത്തായാലും സ്ഥാനമായാലും സൽപ്പേരായാലും. ഒന്നുമില്ലാത്തപ്പോൾ ഏതെങ്കിലും ഒന്ന് മതി. ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എണ്ണത്തിലും ഗുണത്തിലും മെച്ചപ്പെട്ടത് വേണം. അത് ലഭിച്ചു തുടങ്ങിയാൽ ലോകോത്തരമായതും വൈവിധ്യമാർന്നതും വേണം. കൊതി അവസാനിക്കാതെ മതി രൂപപ്പെടില്ല. ക്രിയാത്മകമായി ജീവിതത്തെ സമീപിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം: എന്തൊക്കെ വേണമെന്നും എത്ര അളവിൽ വേണമെന്നും. ഇല്ലെങ്കിൽ അനാവശ്യമായവയുടെ പിറകെ അലഞ്ഞു തിരിയും. ജീവിത സായാഹ്നത്തിലാകും തിരിച്ചറിയുക നേടേണ്ടതൊന്നും നേടിയില്ല എന്നത്. നേരുന്നു ശുഭദിനം. സ്നേഹത്തോടെ ഷഹീൻ എസ്. നന്ദി, നമസ്കാരം.